പാലക്കാട് നിന്ന് കോഴിക്കോട്ടിലേക്കുള്ള ഗ്രീൻ ഹൈവേയിൽ അതിൻ്റെ അന്തിമ DPR പുറത്തിറങ്ങിയപ്പോൾ എൻട്രൻസുകൾ തീരുമാനിച്ചതിൽ വലിയ അപാകത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ റോഡ് കടന്നു പോകുന്നതിലൊരു കേന്ദ്രമാണ് തുവ്വൂര്. കോഴിക്കോട് നിന്ന് പാലക്കാട് നിന്ന് ആരംഭിച്ച് കോഴിക്കോടിൻ്റെ ഇടയിൽ ഈ റോഡ് കടന്നു പോകുന്ന ഏക റെയിൽവേ സ്റ്റേഷൻ തുവ്വൂരിലാണ്. സംസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു പോലീസ് പരിശീലന കേന്ദ്രം ഈ റോഡ് കടന്നു പോകുന്നത് തുവ്വൂരിൻ്റെ ഒരു 3 കിലോമീറ്ററുകൾക്ക് അടുത്താണ്. ഇത്രയും സുപ്രധാനമായ സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന തുവ്വൂരിൽ ഒരു എൻട്രൻസ് നൽകാതെ, ഇത് മാത്രമല്ല തുവ്വൂരിനെ സംബന്ധിച്ചിടത്തോളം സർവീസ് റോഡും കട്ടായി പോകുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. റെയിൽവേ ലൈനാണ് അവർ കാരണമായി പറയുന്നത്. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ ഒരു അനുകൂല ഘടകമായി അവരെ എടുത്തതുമില്ല എന്നതാണ് സ്ഥിതി. ഇതിൽ ജനപ്രതിനിധികളുമായിട്ടും MLA-മാരും MP-മാരും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് വലിയ ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ്. ഇത്രയും സുപ്രധാനമായ ഒരു റോഡ് കടന്നു പോകുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ട് അന്തിമ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു ചർച്ച നടത്തുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ആ സാമാന്യ മര്യാദ പോലും ഈ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു വസ്തുത. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ, അപാരവൃതം ജനങ്ങൾ, കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, ജാതി മതങ്ങൾക്ക് അതീതമായി ഇതൊരു വികാരമായി ഏറ്റെടുത്തുകൊണ്ട് ഈ എൻട്രൻസ് നേടിയെടുക്കാനുള്ള എല്ലാവിധ പോരാട്ടത്തിൻ്റെയും രംഗത്താണ്. ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന തുവ്വൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ എല്ലാം ഉൾപ്പെടുത്തി ഇതിന് നേതൃത്വം നൽകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പഴുതുകളും കാര്യങ്ങളും അന്വേഷിച്ചു കൊണ്ടെടുക്കുന്ന ഒരു പറ്റം യുവാക്കൾ ഇതിന് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണയും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും, നമുക്ക് മുന്നിൽ മറ്റൊരു കോംപ്രമൈസ് നമ്മളെ മുന്നിലില്ല. തുവ്വൂരിൽ നിന്നും നാഷണൽ ഹൈവേയിലേക്ക് ഒരു എൻട്രൻസ് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം നേടാൻ ഏത് അങ്ങേയറ്റം വരെയുള്ള പ്രക്ഷോഭങ്ങൾ നടത്താനും ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാവണം. മുൻകാലങ്ങളിൽ അതിൽ നടത്തിയിട്ടുള്ള എല്ലാ പരിപാടികളിലും ജനങ്ങളുടെ നല്ല പിന്തുണയുണ്ടായിട്ടുണ്ട്. തുടർന്ന് ഇതിനേക്കാൾ ശക്തമായ പ്രക്ഷോഭവുമായി ഒരുപക്ഷെ നമ്മൾ രംഗത്തിറങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾക്ക്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകേണ്ടി വരും. അതിനെല്ലാവരും സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.